ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി നിതീഷ് കുറ്റം സമ്മതിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ്. നിതീഷിനൊപ്പം മോഷണക്കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവിനെയും സഹോദരിയുടെ കുഞ്ഞിനെയുമാണ് കൊലപ്പെടുത്തിയത്. പ്രതിയുമായി നാളെ തെളിവെടുപ്പ് നടത്തും. ഇന്നുച്ചയോടെയാണ് പ്രതി നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. നിതീഷിനൊപ്പം മോഷണക്കേസിൽ പ്രതിയായ വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്നാണ് കുറ്റസമ്മതമൊഴി. സഹോദരിയുടെ 4 ദിവസം പ്രായമായ നവജാത ശിശുവിനെ 2016 കട്ടപ്പനയിൽ തന്നെ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലാണ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയത്. 9 മാസങ്ങൾക്ക് മുൻപാണ് വിജയനെ കൊലപ്പെടുത്തി കക്കാട്ടുകടയിലെ വീട്ടിനുള്ളിൽ കുഴിച്ചുമൂടിയതെന്നും പ്രതി മൊഴി നൽകി. പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 കേസുകൾ അണ്ടർ സെക്ഷൻ 302 IPC പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫിക്കേഷനും അന്വേഷണം നടത്തി വരുന്നതാണ്. അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ പരിശോധനയ്ക്ക് ശേഷം തെളിവെടുപ്പ് ഉടനെ ഉണ്ടാവുന്നതാണ്. പ്രതി നിതീഷിനെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. നാളെ കഞ്ചിയൂർ കാക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തും. വീടിനുള്ളിൽ കുഴിച്ചുമൂടിയ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. കഴിഞ്ഞ 2-ാം തീയതിയാണ് മോഷണ കേസുമായി ബന്ധപ്പെട്ട് വിഷ്ണു വിജയനെയും നിതീഷ് രാജിനെയും പോലീസ് പിടികൂടിയത്. തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാളുടെ മാതാവിന്റെയും സഹോദരിയുടെയും സംസാരത്തിലുണ്ടായ അസ്വാഭാവികതയും വീട്ടിലെ സാഹചര്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണവുമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത്. അമൃത ന്യൂസ്, ഇടുക്കി.